ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ചില്ലറക്കാരനല്ല കേട്ടോ. നാസയുമായിട്ടും പെൻസിൽവേനിയയിലെ ഒരു ക്രീക്കുമായിട്ടും എന്തിനധികം ബോസ്റ്റൺ മാരത്തോണുമായിട്ടും ഒക്കെ വളരെയധികം കണക്ഷൻ ഉള്ള ഒരാളാണ്. പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി പാടാണെങ്കിലും ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് സാക്നി ഒമ്നി 20. സംഭവം എന്താണെന്ന് നോക്കിയാലോ. മൈ നെയിം ഇസ് ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. നമ്മുടെ കഥ തുടങ്ങുന്നത് 1898-ലാണ്. USA പെൻസിൽവേനിയയിൽ സാക്നി അരുവിയുടെ തീരത്ത് തുടങ്ങിയ ഒരു ഫാക്ടറിയിൽ നിന്ന്. അപ്പം ബ്രാൻഡിന്റെ പേര് എവിടുന്നാ വന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? യെസ്, സാക്നി ക്രീക്കിൽ നിന്ന് ഇൻസ്പിറേഷൻ സ്വീകരിച്ചതാണ് ഇവരുടെ ബ്രാൻഡ് നെയിം. അതുപോലെ തന്നെ ബ്രാൻഡിന്റെ ലോഗോയിലേക്ക് വരുമ്പോൾ അതും ഈ സാക്നി അരുവിയിൽ നിന്നാണ് ഇൻസ്പിറേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കേർവി ലൈൻസ് ആ അരുവിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ കേർവിന്റെ ഇടയ്ക്കുള്ള 3 ഡോട്ട്സ് അത് ഈ സാക്നി അരുവിയിലുള്ള 3 വലിയ പാറകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1898 തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് റണ്ണിങ് ഷൂ ബ്രാൻഡാണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായത് ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള അഡിഡാസ്, നൈക്കി പോലെയുള്ള ബ്രാൻഡുകളെക്കാൾ ഒരുപാട് വർഷം മുന്നേ തുടങ്ങിയത്. ഇവർക്ക് നാസയുമായിട്ടുള്ള ബന്ധം സാക്നിയുടെ കുഷനിങ് ടെക്നോളജിയിലുള്ള എക്സ്പെർട്ടീസ് ആസ്ട്രോനോട്ട്സിന്റെ സ്പേസ് ഗിയറുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദേ ഹെൽപ്പ് പീപ്പിൾ ടു വോക്ക് ഓൺ മൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്ത് വളരെ ഫേമസും വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റുമായിട്ടുള്ള ബോസ്റ്റൺ മാരത്തോൺ വഴിയാണ് ഇവർ കൂടുതൽ പോപ്പുലർ ആകുന്നത്. സാക്നിയുടെ എവർ റൺ, PWR റൺ, ഫോം ഫിറ്റ് തുടങ്ങിയുള്ള കുഷനിങ് ടെക്നോളജീസ് ഒക്കെ വളരെ ഫേമസ് ആണ്. അതിലെ PWR റൺ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഈ ഒമ്നി 20 നമുക്കൊന്ന് അടുത്ത് കാണാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റണ്ണിങ് ഷൂസ് ആണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ഇതൊരു ഒട്ടും ഓവർ കുഷൻഡ് ആയിട്ടുള്ള ഷൂസ് അല്ല. അതേസമയം നല്ല ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കുഷനിങ് ഓഫർ ചെയ്തുകൊണ്ട് നല്ല എനർജി റിട്ടേൺ ആണ് ഈ ഷൂ നമുക്ക് തരുന്നത്. ഇതിന്റെ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ബോട്ടം സോളിൽ ഒരു ബേസിക് റബ്ബർ മെറ്റീരിയൽ ആണ് വരുന്നത്. മിഡ് സോളിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ PWR റൺ ടെക്നോളജി യൂസ് ചെയ്യുന്ന കുഷനിങ് ഫോം. അതിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് മറ്റൊരു ഹൈലൈറ്റ് ഉള്ളത്. ഈ ഒരു ഏരിയയിൽ ഉള്ള ഒരു ഫോം എന്ന് പറഞ്ഞാൽ മറ്റ് ഫോം പോലെയല്ല, കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ഫോമാണ്. നമ്മുടെ കാലിന്റെ ആർച്ച് വരുന്ന ഭാഗത്തായിട്ട് ഒരു ആർച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു എക്സ്ട്രാ സ്റ്റിഫ് ഫോമാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അത് ശരിക്കും യൂസിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അപ്പറിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ മെഷ് അപ്പർ മെറ്റീരിയലാണ്. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്രാൻഡ് ലോഗോ കൊടുത്തിരിക്കുന്നു. ഈ സൈഡിലൊരു വലിയ ലോഗോയും ഇവിടെ ഒരു ചെറിയ ലോഗോയും, ഇവിടെ ആയിട്ട് ഒമ്നി 20 എന്നാണെങ്കിലും ഒമ്നി XX എന്നാണ് റൈറ്റ് പോയിരുന്നത്. XX റോമൻ ലെറ്റർ 20 ആണെന്നുള്ളത് മനസ്സിലാവാത്ത അല്ലേ ഞാൻ. പിന്നെ ബാക്കിലായിട്ടും ബ്രാൻഡിന്റെ പേര് ഉണ്ട്. ഈ ഷൂവിന്റെ ലേസിംഗ് മെക്കാനിസം ഒന്ന് എടുത്തു പറയാനുള്ളതുണ്ട് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ ഒന്ന് അടുത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഇലാസ്റ്റിസിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റൊരു ഷൂ നോക്കാം. അപ്പം ഇതിന്റെ ലേസ് നോക്കിയാൽ അറിയാം, ചുമ്മാ ഒരു വള്ളി പോലെ അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതേസമയം ഇത് നല്ലൊരു ഇലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ലേസ് ഫിറ്റ് നമുക്ക് കിട്ടും. ഷൂ ഒട്ടും ഓവർ കുഷൻഡ് അല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഇൻസോളും ഒട്ടും ഓവർ കുഷൻഡ് അല്ല കേട്ടോ. നല്ല തിന്നായിട്ടുള്ള, അതേസമയം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻസോളാണ് ഇതിന് വരുന്നത്. അങ്ങനെ നമ്മൾ സാക്നി ഒമ്നി 20 ഒക്കെ ഒന്ന് അടുത്ത് കണ്ടു. ഷൂവിനെ പറ്റിയും ബ്രാൻഡിനെ പറ്റിയൊക്കെയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടു. എന്നാൽ പിന്നെ നമുക്ക് വിലയും കൂടെ പറയാമല്ലേ. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 130 പൗണ്ടാണ്. എങ്കിൽ പോലും ഇതൊരു 115 പൗണ്ടിനൊക്കെ മിക്കവാറും അവൈലബിൾ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 12,000 രൂപ. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.